പ്രഭാസ്, പൃഥ്വിരാജ്, ശ്രുതി ഹാസൻ എന്നിവരെ അണിനിരത്തി ഹോംബാല ഫിലിംസിന്റെ പ്രശാന്തിയിൽ ചിത്രം സലാർ ഡിസംബർ 22-ന് വേൾഡ് വൈഡ് റിലീസ് ചെയ്യുന്നു. വിദേശ പഠന സ്വപ്നങ്ങൾക്ക് REG ഇമിഗ്രേഷൻസ് ആൻഡ് എഡ്യൂക്കേഷൻ കേരളത്തിൽ എല്ലായിടത്തും. ഞാൻ BJP-യിൽ വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ ദൗത്യം എന്ന് പറയുന്നത് ഏറ്റവും വലിയ പ്രശ്നം മതം, ജാതി. മതങ്ങൾ തമ്മിലുള്ള ഒരു സ്പർദ്ധ. ഈ മൂന്ന് മതങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഈ മതങ്ങളെ തമ്മിൽ അടുപ്പിക്കാനുള്ള ശ്രമം മാധ്യമങ്ങളോ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളോ ശ്രമിക്കുന്നില്ല. നമ്മൾ എന്തെങ്കിലും എഗൻസ്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കേസ് വരും. മോഡിയെ പറ്റിയിട്ട് എന്തെല്ലാം നിരൂപണങ്ങളാണ് വരുന്നത്, എന്തെല്ലാം പ്രശ്നങ്ങളാണ് വരുന്നത്. അവർ പേരൊന്നും കേസ് എടുക്കുന്നില്ലല്ലോ. ഇവിടെ നമ്മൾ എന്തെങ്കിലും വായ തുറന്നാൽ പിന്നെ അടുത്ത ദിവസം പോലീസ് നമ്മുടെ വീട്ടിലേക്ക് വരും. അത് പറഞ്ഞ് ശരിയാണ്, ഞാൻ പറയുന്നില്ല. ഇതൊരു ആരംഭം മാത്രം. ഇന്ന് ഞാൻ വന്നു, നാളെ ഇലക്ഷൻ ഒന്നും മറ്റന്നാൾ മിനിസ്റ്ററായി ഇവിടെ കേരളത്തിൽ കംപ്ലീറ്റ് പാലൊഴുക്കും എന്നൊന്നും ചിന്തിക്കാനുള്ള ഒരു വിഡ്ഢിത്തരം എൻ്റെ കയ്യിലില്ല. ഇപ്പോഴത്തെ കക്ഷി രാഷ്ട്രീയത്തിൽ വളരെ അസ്വസ്ഥനാണ്. മുസൽമാൻ വരെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് മോഡിജി. ന്യൂനപക്ഷത്തിനെതിരായിട്ടുള്ള ഒരുപാട് സംഗതികൾ വന്നുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ ഈ ന്യൂനപക്ഷത്തിന് ഹിന്ദുക്കളോടുള്ള ഒരു ഭയം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഖുർആൻ വായിച്ചിട്ടുണ്ട്, ബൈബിൾ വായിച്ചിട്ടുണ്ട്. അവരുമായിട്ടുള്ള നല്ല കോണ്ടാക്റ്റുള്ള ആളാണ്. എൻ്റെ ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സ് മുസൽമാന്മാരാണ്. വളരെ ബാഡ് ഡിസാസ്റ്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേരളം. അപ്പോൾ അവിടെ നമ്മൾ ഇറങ്ങി തിരിച്ചേ പറ്റൂ. ഞാൻ ബിക്കോസ് ഐ ആം ആംഗ്രി. ഞാൻ PDP-യുടെ സ്റ്റേജിൽ ഞാൻ പോയ ആളാണ്. ആരെങ്കിലും ധൈര്യപ്പെട്ട് പോകും. അപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു പോകരുത്, അപകടമാണ്. നമ്മൾ എന്ത് അപകടം എന്ന് പറഞ്ഞത്? എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ എത്രയും വേഗം അദ്ദേഹത്തെ റിലീസ് ചെയ്യണം എന്നുള്ളതാണ്. കേരളത്തിൽ ഒരു സമൂഹത്തിൻ്റെ ഉള്ളിൽ ഒരു സിനിമാതരം വന്നൊരു പാർട്ടി രൂപീകരിച്ചാൽ ലക്ഷം പിന്നാലെ വരും എന്നുള്ള ഒരു ഇതാണോ ഞങ്ങളുടെ ചോദിച്ചു. നമ്മുടെ മലയാളി മീഡിയാസൊക്കെ ചോദിക്കുന്നത് വട്ടാണല്ലേ. എൻ്റെ ഉള്ളിലുള്ള ഒരു ഭ്രാന്താണെന്ന് വിചാരിച്ചു. ഇപ്പം നമ്മളെ പഠിപ്പിച്ചത്, എൻ്റെ അച്ഛനെ പഠിപ്പിച്ചത്, എൻ്റെ അച്ഛൻ്റെ അച്ഛനെ പഠിപ്പിച്ചത്, എന്നെ പഠിപ്പിച്ചത്, എൻ്റെ മോളെ പഠിപ്പിച്ചത്, എൻ്റെ മോളുടെ കുട്ടി, ആ കുട്ടീനെ ഇപ്പം പഠിപ്പിക്കുന്നതൊക്കെ വളച്ചൊടിച്ച ചരിത്രങ്ങളാണ്. നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നതൊക്കെ റോങ് കോൺസെപ്റ്റ് അബൌട്ട് ഇന്ത്യ, കോൺസെപ്റ്റ് അബൌട്ട് ഇന്ത്യൻ കൾച്ചർ, കോൺസെപ്റ്റ് അബൌട്ട് ഹിന്ദുയിസം. വാട്ട് ഈസ് ഹിന്ദുത്വ, വാട്ട് ഈസ് സനാതന ധർമ്മ. സനാതന ധർമ്മം പഠിച്ചാൽ എല്ലാ മതങ്ങളെയും സ്വീകരിക്കാനുള്ള ഒരു അറിവ് നിങ്ങൾക്ക് കിട്ടും. ഇന്ത്യയിൽ വന്ന് മതം മാറിയവരാണ്. അപ്പൊ അവരുടെ കൾച്ചർ ഉണ്ടല്ലോ. അപ്പൊ അവരുടെ കൾച്ചർ എന്ന് നമ്മൾ ബഹുമാനിക്കണം. മലയാള സിനിമയിൽ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അവർക്കൊക്കെ എന്നെ ഉടനെ വിളിച്ചിട്ട് അനുമോദിക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടാവില്ല. സാറിനെ വേദനിപ്പിച്ചിട്ടുണ്ടോ? വേദനിപ്പിച്ചിട്ടില്ല. ഞാനത് എക്സ്പെക്ട് ചെയ്യുന്നില്ല. എനിക്ക് കയ്യടി നേടിത്തരുന്ന സദസ്സിലേക്ക് ഞാൻ പോകാറില്ല. എന്നെ എതിർക്കുന്ന സദസ്സിലേക്ക് ഞാൻ പോവാം. കാരണം അവരെ മാറ്റാനുള്ള എൻ്റെ ഒരു എളിയ ശ്രമമാണ്. ഹായ്, ഹലോ എവ്രിവൺ, വെൽക്കം ടു ബിഹൈൻഡ് വുഡ്സ് ഐസ്. നമ്മളോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്യുന്നു സുന്ദരനായ വില്ലൻ എന്ന തലക്കെട്ടോട് കൂടി നമ്മുടെ മലയാളികളുടെ മനസ്സിൽ ചേക്കേറിയ നമ്മുടെ സ്വന്തം ദേവൻ. നമസ്കാരം സർ. നമസ്കാരം. ആദ്യം തന്നെ കൺഗ്രാറ്റുലേഷൻസ്. കാരണം എന്താ വെച്ചാൽ ഇപ്പം BJP-യുടെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ആയിട്ട് ചുമതല ഏറ്റിരിക്കുകയാണ്. വലിയ റെസ്പോൺസിബിലിറ്റീസ്. ജീവിതത്തിൽ എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരുന്നുണ്ടോ? എൻ്റെ സ്റ്റുഡൻസ് ലൈഫിൽ തന്നെ ഒരു സ്റ്റുഡന്റ് പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു. അന്ന് ഞാൻ KSUവിന്റെ ഇതിൽ അത് വർക്ക് ചെയ്ത്, പിന്നെ അതിനുശേഷം സിനിമയിലൊക്കെ വന്നു. പിന്നെ രാഷ്ട്രീയം ഉണ്ടെങ്കിലും അത് ആക്റ്റീവ് അല്ലായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു 8 പേരുണ്ട്. 8 പേര് ഞങ്ങളുടെ KSUവിന്റെ ആൾക്കാരാണ്. അന്ന് വലിയൊരു ഭാരവാഹിത്വമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ വേണ്ടി വർക്ക് ചെയ്യാം. അപ്പോൾ സ്റ്റേറ്റ് ലെവലിലൊക്കെ വലിയ ലീഡേഴ്സായിട്ട് കഴിഞ്ഞു. ഉമ്മൻചാണ്ടി, VM സുധീരൻ തുടങ്ങിയിട്ടുള്ള വലിയ ലീഡേഴ്സായി കഴിഞ്ഞു. അപ്പോൾ ഞാൻ രാഷ്ട്രീയത്തിൽ ഇത് വളരെ സജീവമായ ആവാനുള്ള കാരണം, സ്റ്റുഡൻറ് പൊളിറ്റിക്സിൽ നിന്ന് വരാൻ കാരണം VM സുധീരനാണ്. അപ്പോൾ എൻ്റെ രാഷ്ട്രീയ ഗുരു VM സുധീരനാണെന്ന് പറയാം. എനിക്ക് സാറിൻ്റെ അടുത്ത് ചോദിക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം എന്നെ പോലെ കുറച്ച് പേരുണ്ട്. അതായത് ഇപ്പോൾ ഒരു പാർട്ടിയുടെയും ബേസിൽ നിൽക്കാൻ ആഗ്രഹിക്കാത്ത കുറച്ച് പേര്. അപ്പോൾ അവരെന്ന് പറയുമ്പോഴേക്കും അവരുടെ മനസ്സിൽ എപ്പോഴും വരിക, ഏത് പാർട്ടി ഭരണത്തിൽ വന്നാലും നമുക്ക് വലിയ പ്രയോജനമൊന്നും ഉണ്ടാകാൻ സാധ്യതയൊന്നുമില്ല. അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇന്ന് ഈ ഒരു കേരളത്തിൽ. അങ്ങനെ ചിന്തിക്കുന്നവരാണ് ഭൂരിപക്ഷം. തീർച്ചയായിട്ടും ഭൂരിപക്ഷം അവരാണ്. അപ്പം ഇപ്പൊ സാറാണെങ്കിൽ ഇനിയിപ്പം വരുന്ന ഒരു ഇലക്ഷനൊക്കെ മുമ്പിൽ വന്ന് നിന്ന് ഇപ്പം നമ്മൾ സാർ ഇപ്പോൾ ഒരു നേതാവൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ സാറിൽ നിന്ന് നമുക്ക് എന്തായിരിക്കും ഓഫർ ചെയ്യുക? അതായത് ഇപ്പം സാർ ഒരു നേതാവായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ പാർട്ടികളുടെ കൊണ്ട് നമുക്കൊരു പ്രയോജനം ഇല്ല എന്ന് ചിന്തിക്കുന്ന ഞങ്ങളെപ്പോലുള്ളവർക്ക് സാറിന് എന്തായിരിക്കും ഓഫർ ചെയ്യാൻ പറ്റുക? പട്ടാളക്കാരനാവാനായിട്ട് ആഗ്രഹിച്ച് സിനിമക്കാരനായ ആളാണ് ഞാൻ. ഈ ചോദ്യമാണ് അന്ന് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. ഞങ്ങളെപ്പോഴുള്ള ആൾക്കാർക്ക് ഏത് പാർട്ടി ചേർന്ന് എന്താണ് ഇങ്ങനെ പോകുന്നത്, നമ്മുടെ രാജ്യം, നമ്മുടെ നാട് എന്താ ഇങ്ങനെ എന്നുള്ളത്. അപ്പോൾ അതെന്നെ കൂടുതൽ അസ്വസ്ഥപ്പെടുത്തി. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ പിന്നെ സിനിമാഭിനയം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ പിന്നെ തമിഴ്നാട്ടിലും ആന്ധ്രയിലും അവിടെയൊക്കെയുള്ള വലിയ വലിയ ലീഡേഴ്സായിട്ട് ഞാൻ ഇൻട്രാക്ട് ചെയ്യാറുണ്ട്. ഞാൻ ചന്ദ്രബാബു നായിഡു, പിന്നെ ബാംഗ്ലൂരത്തെ രാമകൃഷ്ണ ഹെഗ്ഡെ, ഇവിടുത്തെ ഞാൻ കുറേ ലീഡേഴ്സൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അന്നൊക്കെ എന്താണെന്ന് വെച്ചാൽ
നമ്മൾ കോളേജ് ലൈഫിൽ KSUവിന് വേണ്ടി പ്രവർത്തിക്കുമ്പോഴോ നമ്മുടെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് പുറത്ത് പോകുമ്പോഴൊക്കെ നമ്മുടെ ചിന്ത എന്താണെന്ന് വെച്ചാൽ അപ്പം ഞങ്ങളുടെ 8 പേരുള്ള ചിന്ത നമുക്കിനി നമ്മുടെ വഴിക്ക് പോവാം. നമ്മുടെ ഇവിടെ ഏറ്റവും വലിയ നമ്മുടെ ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട നേതാക്കന്മാരൊക്കെ ഉണ്ടല്ലോ, അവർ അധികാരത്തിൽ വരുമ്പോൾ ഇപ്പം നമ്മൾ ഉദ്ദേശിച്ച ആ മാറ്റം കേരളത്തിനുണ്ടാവുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ കാലപ്രവാഹത്തിൽ നമുക്ക് കാണാൻ പറ്റിയത് അവർ നിസ്സഹായരായിട്ട് ഒഴുക്കിലൂടെ ഒഴുകി പോകുന്നൊരു കാഴ്ച നമ്മൾ കാണുന്നത്. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഒരു പുതിയൊരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കുന്നത് നമ്മുടേതായ ആശയത്തിൻ്റെ പേരിൽ വെച്ചാൽ അങ്ങനെ അത് കൊള്ളാം. അപ്പം നീ ഏറ്റെടുക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ അവരെല്ലാം ജോലിക്കാരാണ്. അപ്പം ഞാൻ സിനിമ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ഏറ്റെടുക്കുന്നു. 2004 കേരള പീപ്പിൾസ് പാർട്ടി എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ തുടങ്ങി ട്രിവാൻഡ്രത്ത് അത് അനൗൺസ് ചെയ്ത് ആ സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് ഒരു കുഴിയും പിടിച്ച് നടന്ന് പ്രസ് ക്ലബിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ ഇരുന്നു അങ്ങനെ. അപ്പോൾ ഞാനായതുകൊണ്ട് ഈ തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നൊക്കെ വലിയ മീഡിയ ടീം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും മുഖത്ത് ഒരു പുച്ഛമാണ്, ഇയാൾ എന്ത് ഭ്രാന്തനാണെന്ന്. ആ ഒരു തരത്തിലുള്ള സമീപനമാണത്. അപ്പോൾ പല നമ്മുടെ മലയാളി മീഡിയാസൊക്കെ ചോദിക്കുന്നത് വട്ടാണല്ലേ എന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു ഈ ലോകത്തിൽ ചരിത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ തന്നെ വലിയ വലിയ സംഭവങ്ങളും വലിയ വലിയ കണ്ടുപിടുത്തങ്ങളും വലിയ വലിയ നേട്ടങ്ങളും സംഘടിപ്പിച്ചത് ഏതോ ഒരു ഭ്രാന്തൻ്റെ ഭ്രാന്തമായ ചിന്തയാണ്. അപ്പോൾ ഇതും എൻ്റെ ഉള്ളിലുള്ള ഒരു ഭ്രാന്താണെന്ന് വിചാരിച്ചുള്ളൂ, ഭ്രാന്ത് തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പത്രലേഖകൻ പറഞ്ഞു, ഇപ്പോൾ ഒരു സിനിമാ നടൻ ദേവൻ, ഈ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ഓക്കെയാണ് സിനിമാ നടന്മാർക്ക്, കേരളത്തിൽ ഈ രാഷ്ട്രീയവൽക്കരിച്ച ഒരു സമൂഹത്തിൻ്റെ ഉള്ളിൽ ഒരു സിനിമാ നടൻ വന്നൊരു പാർട്ടി രൂപീകരിച്ചാൽ ലക്ഷം പിന്നാലെ വരും എന്നുള്ള ഒരു ഇതാണോ നിങ്ങളുടെ ചോദിച്ചു. ഞാൻ പറയും അങ്ങനെ ഒരിക്കലുമില്ല. ഞാൻ പറയും ഇന്ന് ഞാൻ വന്നു, നാളെ ഇലക്ഷൻ വന്നു, മറ്റന്നാൾ മിനിസ്റ്ററായി ഇവിടെ കേരളത്തിൽ കംപ്ലീറ്റ് പാലൊഴുക്കും എന്നൊന്നും ചിന്തിക്കാനുള്ള ഒരു വിഡ്ഢിത്തരം എൻ്റെ കയ്യിലില്ല. ഞാൻ പറഞ്ഞു ഇതൊരു ആരംഭം മാത്രമേ ഉള്ളൂ. ഇപ്പോഴത്തെ കക്ഷി രാഷ്ട്രീയത്തിൽ വളരെ അസ്വസ്ഥനാണ്. അപ്പോൾ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒക്കെ എല്ലാ സ്ഥലങ്ങളൊക്കെ പോയി ഞാൻ നോക്കാറുണ്ട്. അപ്പോൾ ഭയങ്കരമായ കഷ്ടപ്പാടുള്ള ഒരുപാട് കാര്യം. ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോൾ കേരളം ഭയങ്കരമായി അങ്ങനെയൊക്കെയാണ് എല്ലാവരും ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഷൂട്ടിങ്ങിന് പോകുമ്പോഴും അല്ലാത്തപ്പോഴൊക്കെ ഓരോ ഗ്രാമങ്ങളിലും കാടുകളിലൊക്കെ പോയി അവരായിട്ടുള്ള ഇൻറ്ററാക്ട് ചെയ്യാറുണ്ട്. ഇപ്പം പട്ടിണി ഇല്ല എന്നാണ് ഇപ്പോഴും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത്. പട്ടിണി ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം ഇന്നും. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു അതിനൊരു മാറ്റം വരുത്തണമെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കേ പറ്റുള്ളൂ, അല്ലാണ്ട് ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ സാധിക്കില്ല. ഇവിടെ ഐ നീഡ് ചേഞ്ച്, ഐ എക്സ്പെക്ട് ചേഞ്ച്. അപ്പോൾ ഇനി മുമ്പോട്ടേക്കാണെങ്കിൽ ഇപ്പോൾ BJP സർക്കാർ ഇപ്പം നമ്മുടെ നേതാക്കന്മാരായിട്ട് വന്നപ്പോൾ സാറൊക്കെ ഇപ്പോൾ ഒരു നിലയിലേക്ക് വന്ന് നമ്മുടെ ഒരു നേതാവായിട്ട് മാറുവാണെങ്കിൽ ഇതിലെല്ലാം സൊല്യൂഷൻ ഉണ്ടാവുമെന്നാണ് പറഞ്ഞു വരുന്നത്. 100%. അതായത് ഒന്നാമത്തെ സൊല്യൂഷൻ നമുക്ക് ആവശ്യമുള്ളത് ഈ മുല്ലപ്പെരിയാറിൻ്റെ ഇഷ്യൂലാണ്. മുല്ലപ്പെരിയാറിൻ്റെ ഇഷ്യൂവിൽ അന്ന് 2006 ഭയങ്കരമായ ഇഷ്യൂ വന്നതാണ്. കേരളം ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് നമുക്ക് രണ്ടാമത്തെ ഒരു ഡാം ആണെന്ന്. ഇറ്റ്സ് വെരി വെരി ഡേഞ്ചറസ്, ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ. ഇപ്പോൾ എക്സിസ്റ്റിംഗ് ഡാം ഉണ്ടല്ലോ, എക്സിസ്റ്റിംഗ് ഡാമിൽ നിന്ന് ചെറിയൊരു മാറ്റം, ഈ ലെവലിൻ്റെ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ ആൾക്കാരോടും പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പം ഈ ഹൈഡ്രോ ഇലക്ട്രിക്കൽ പ്രോജക്റ്റൊക്കെ ഇപ്പോൾ ഔട്ട്ഡേറ്റഡ് ആയി കഴിഞ്ഞു. നമുക്ക് സോളാർ എനർജി കിട്ടും, ഗ്യാസ് ബേസ്ഡ് ആയിട്ടുള്ള എനർജി കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പോൾ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിനൊക്കെ ഈ ഡാമിൻ്റെ എസ്പെഷ്യലി കേരള പോലെയുള്ള ഈ മഴ എപ്പോഴും വരും, പ്രശ്നം ഉണ്ടാകും, വെള്ളം പൊക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ 44 നദികളുണ്ട്, ഇവിടെ 44 നദികളും പല സമയത്തും വെള്ളമില്ല എന്നൊക്കെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു ടെക്നിക്കൽ ഒരു എൻജിനീയറിംഗ് ചേഞ്ച് ഈ ഡാമിൽ വരുത്തിയാൽ നമുക്ക് ഈ 44 റിവറിലേക്ക് നമുക്ക് വെള്ളം കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനം ഉണ്ടാവും. അതേപോലെ തന്നെ അവർക്ക് ആവശ്യം വെള്ളം നമുക്ക് അങ്ങ് കൊടുക്കും ചെയ്യാം. ഓൺലി എ ചേഞ്ച് ഓഫ് എൻജിനീയറിംഗ് ടെക്നോളജി അത് ഉപയോഗിച്ചാൽ പറ്റും. ഈ ഒരു മാറ്റം നമ്മൾ കാണാൻ വേണ്ടി സാർ അധികാരത്തിൽ വരുന്ന എത്രത്തോളം കാലം വെയിറ്റ് ചെയ്യണോ അതെയോ ഇപ്പൊ ഏത് പാർട്ടി ഭരിച്ചാലും സാർ അതിൻ്റെ അകത്തൊരു മൂവ്മെന്റ് നടത്താൻ സാധ്യതയുണ്ട്? ഞാൻ ഇപ്പോഴും ഉണ്ടല്ലോ, ഇപ്പോഴും ഞാനിപ്പോൾ ഇതിന്റെ അധികാരത്തിൽ വരുന്നതിന് മുമ്പും ഇതിനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ ബേസിക് പ്രശ്നം എന്താണെന്നറിയോ? പോളിറ്റിക്സ്, നോട്ട് പോളിറ്റിക്സ്,
കഷ്ട പാർട്ടി പൊളിറ്റിക്സാണ്. മനസ്സിലായല്ലോ? ഇപ്പോൾ വേറൊരു ഡാം വേണമെന്ന് പറയുന്നത് ഇറ്റ്സ് എ പൊളിറ്റിക്കൽ, ഇറ്റ് ഇസ് നോട്ട് സോഷ്യൽ, ഇറ്റ് ഇസ് നോട്ട് ഫോർ ദി ഗുഡ് ഓഫ് ദി പീപ്പിൾ. അവിടെ ഞാൻ പറഞ്ഞു നമ്മൾ ഒരു രാഷ്ട്രീയക്കാരൻ്റെ പരമധർമ്മം എന്താണ്? ആദ്യം ഹി ഹാസ് ടു ലവ് ഹിസ് കൺട്രി, ഫസ്റ്റ് പ്രയോറിറ്റി. സെക്കൻഡ് ഈസ് ഹി ഷുഡ് ലവ് ഹിസ് പാർട്ടി. തേർഡ് മാത്രമാണ് അവൻ്റെ വ്യക്തി, ഞാൻ എന്ന ദേവൻ. അപ്പം നമ്മൾ ഈ രാഷ്ട്രത്തെ സ്നേഹിക്കുകയും നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടിയെ സ്നേഹിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ കാര്യം അവർ നോക്കിക്കോളും. എൻ്റെ ദൗത്യം, കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം മതം, ജാതിയാണ്. ഈ മതങ്ങൾ തമ്മിലുള്ള ഒരു സ്പർദ്ധ എന്ന് വെച്ചാൽ അതൊരു ബേസ് ഇല്ല, പക്ഷേ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് ബിറ്റ്വീൻ ഈ മൂന്ന് മതങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. പക്ഷേ ഈ മതങ്ങളെ തമ്മിൽ അടുപ്പിക്കാനുള്ള ശ്രമം മാധ്യമങ്ങളോ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളോ ശ്രമിക്കുന്നില്ല. വായ്? പക്ഷേ സാർ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം സാർ ആണെങ്കിൽ നമ്മുടെ BJP-യിലേക്ക് എൻ്റർ ആവുന്നതിന് മുമ്പ് എനിക്ക് 2018 തോന്നുന്നു സാർ ഒരു ഇൻ്റർവ്യൂവിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് എന്തുകൊണ്ട് BJP-യിലേക്ക് ജോയിൻ ചെയ്യുന്നില്ല എന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞു BJP-യുടെ ഐഡിയോളജി എനിക്ക് ഇഷ്ടമല്ല എന്ന്. എന്താണ് ഐഡിയോളജി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു തീവ്ര ഹിന്ദുത്വമാണ്, അതായത് ഹിന്ദുത്വത്തിനെ വല്ലാണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാണ്. ഇപ്പം നമ്മളാണെങ്കിൽ ഇപ്പോൾ ട്രോൾസ് കാണുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ന്യൂസ് കാണുമ്പോഴാണെങ്കിലും BJP-യുടെ ആ ഒരു പൊതു സ്വഭാവത്തിലൊരു മാറ്റം വന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അതായത് ഇപ്പോഴും ഹിന്ദുസിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലത്തെ ഒരു ഫീൽ നമുക്ക് ക്രിയേറ്റഡ് ആവുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ളൊരു പാർട്ടിയുടെ ബേസിൽ നിന്നിട്ട് ഈ വർഗീയത എന്ന് പറയുന്ന ഒരു സാധനം അല്ലെങ്കിൽ മതങ്ങൾ തമ്മിലുള്ള ഒരു സ്പർദ്ധ ഞാൻ മാറ്റും എന്ന് പറയുമ്പോൾ അതിൻ്റെ എവിടെ ഒരു കോൺഫ്ലിക്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല? അത് പറഞ്ഞത് ശരിയാണ്, ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ അന്ന് എൻ്റെ മനസ്സിൽ കിട്ടിയ കാര്യങ്ങളും ഞാനിതിനെ സ്റ്റഡി ചെയ്തും കിട്ടിയതാണ് ഇതിനകത്ത്. അപ്പോൾ എനിക്ക് വാട്ട് ഈസ് ഹിന്ദുത്വ, വാട്ട് ഈസ് സനാതന ധർമ്മ എന്നൊക്കെ അപ്പോൾ എനിക്ക് തോന്നി ഹിന്ദുസ്ഥാൻ ഹിന്ദുയിസം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് അന്നും എൻ്റെ ധാരണ ഹിന്ദുത്വം എന്ന് പറയുന്നത് ഹാർഡ് കോർ ആയിട്ടുള്ള ഹിന്ദുക്കൾ മാത്രമേ പാടുള്ളൂ ഇവിടെ വന്നിട്ടുള്ള അങ്ങനെയുള്ളതാണോ എന്നുള്ളൊരു സംശയം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ശരിക്കും പറയുകയാണെങ്കിൽ. പിന്നീടാണ് ഞാനത് കാരണം എപ്പോഴും നമ്മൾ സ്റ്റഡി ചെയ്യാനല്ലോ. ഇതിന് ശേഷം ഒരുപാട് ബുക്സുകൾ വാങ്ങി, ഒരുപാട് ഇപ്പം ഞാൻ പറഞ്ഞിട്ട് ഇപ്പം ഞാൻ കുറേ വായിക്കുന്ന ഒരാളാണ്. 8ാം ക്ലാസ് മുതൽ ഈ വായന തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വായിക്കുന്നതിൻ്റെ ഇടയിൽ ഇപ്പം നമ്മളെ പഠിപ്പിച്ചത് എൻ്റെ അച്ഛനെ പഠിപ്പിച്ചത്, എൻ്റെ അച്ഛൻ്റെ അച്ഛനെ പഠിപ്പിച്ചത്, എന്നെ പഠിപ്പിച്ചത്, എൻ്റെ മോളെ പഠിപ്പിച്ചത്, എൻ്റെ മോളുടെ കുട്ടി 7 വയസ്സായ കുട്ടിയുണ്ട് എൻ്റെ മോൾക്ക്. ആ കുട്ടീനെ ഇപ്പം പഠിപ്പിക്കുന്നതൊക്കെ വളച്ചൊടിച്ച ചരിത്രങ്ങളാണ്. അതാണ് എനിക്ക് എൻ്റെ വായനയിൽ നിന്നും മനസ്സിലായത്. എൻ്റെ വായനയാണ് അതിനെ ഹെൽപ്പ് ചെയ്തത്. അപ്പം നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നതൊക്കെ റോങ് കോൺസെപ്റ്റ് അബൌട്ട് ഇന്ത്യ, കോൺസെപ്റ്റ് അബൌട്ട് ഇന്ത്യൻ കൾച്ചർ, കോൺസെപ്റ്റ് അബൌട്ട് ഹിന്ദുയിസം. അപ്പോൾ അതിനെ കൂടുതൽ ഞാൻ പഠിക്കാൻ ശ്രമിച്ചു, കൂടുതൽ വായന ഉണ്ടായി. പക്ഷേ ഈ ഒരു പഠനം എല്ലാവരും പഠിക്കണം നിർബന്ധമില്ലല്ലോ. ഇപ്പം എല്ലാ മതത്തിലും ഓരോ പാർട്ടിയിലുള്ള ആളുകളുണ്ട്, അവരെല്ലാവരും ഹിന്ദുസത്തെ പറ്റി പഠിക്കണമെന്നും അല്ലെങ്കിൽ ഹിസ്റ്ററിയിൽ ചേഞ്ചസ് സംഭവിക്കുന്നില്ല. ഹിന്ദുസ്ഥയിൽ അല്ല പഠിക്കണ്ട, പഠിച്ചവരുണ്ടല്ലോ, അവർക്കിത് ഏറ്റെടുക്കാമല്ലോ. ഞാൻ ഹിന്ദുക്കളിൽ ഉള്ളിൽ തന്നെ ഈ ഹാർഡ് ആൾക്കാരുണ്ടല്ലോ, മനസ്സിലായില്ലേ? നമ്മൾ മറ്റു മതങ്ങൾ വിട്ടേക്ക് ഈ ഹിന്ദുക്കളുടെ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ, അവരത് എന്തുകൊണ്ട് പഠിക്കുന്നില്ല? ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊ നമുക്ക് ഹിന്ദുസ് എന്ന് പറയുന്ന സാധനം ഇസ് ആൻ ഓപ്പൺ ആക്സെപ്റ്റിംഗ് എവറിത്തിങ്. നമുക്ക് വേണമെങ്കിൽ അമ്പലത്തിൽ പോയാൽ മതി, വേണമെങ്കിൽ തൊഴുതാൽ മതി, വേണമെങ്കിൽ വ്രതെടുത്താൽ മതി, എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് സ്വാതന്ത്ര്യമുണ്ട്. അതിൻ്റെ ബേസിക് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്നുള്ള വൈ ഇറ്റ്സ് ഹാപ്പൻഡ്, അത് എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ നമ്മൾ ത്രെഡ് ഇങ്ങനെ പോകുമ്പോഴാണ് നമ്മുടെ സനാതന ധർമ്മം എന്ന് പറയുന്ന ധർമ്മം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ സനാതന ധർമ്മത്തിനെ എലിമിനേറ്റ് ചെയ്യണം, ഇറാഡിക്കേറ്റ് ചെയ്യണം എന്ന് പറയുന്ന ഒരു ആൾക്കാർ നടക്കുന്നുണ്ട്. അപ്പോൾ ലെറ്റ് ദം സ്റ്റഡി അബൌട്ട് സനാതന ധർമ്മം. നമ്മൾ ആരും പഠിക്കുന്നില്ല. പക്ഷെ അതൊരു ചെറിയൊരു കമ്മ്യൂണിറ്റിനെ മാത്രം ബേസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ബാക്കി എല്ലാവരും അതിന്റെ പുറത്തുള്ള ആളുകളാണല്ലോ. ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റി, അതായത് ഇപ്പോൾ ഒരു ഹിന്ദു കമ്മ്യൂണിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് സനാതന ധർമ്മം എന്താണെന്ന് പഠിക്കാന്നുള്ളത്. ബാക്കിയുള്ളവർ അത് അഫക്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, അഫക്ട് ചെയ്താലുള്ള ഗുണത്തെ പറ്റി പറയുന്നത്. അപ്പൊ ഈ ചോദ്യങ്ങൾ ഉണ്ടാവില്ല. ഇപ്പൊ എന്ന് വെച്ചാല് അതായത് എല്ലാവരും സനാതന ധർമ്മം പഠിക്കണം അങ്ങനെയല്ല പറയണ. എല്ലാവരും പഠിക്കുന്നില്ല. സനാതന ധർമ്മം പഠിച്ചാൽ എല്ലാ മതങ്ങളെയും സ്വീകരിക്കാനുള്ള ഒരു അറിവ് നിങ്ങൾക്ക് കിട്ടും. ഞാൻ പറഞ്ഞ ഇപ്പോൾ
ക്രൈസ്തവരുടെ അടുത്തോ ഒരു മുസൽമാന്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ സനാതനത അടിക്കാൻ പാടില്ല. അവർക്ക് അവരുടേതായ സംഗതികളുണ്ടല്ലോ. അപ്പൊ കാരണം ഹിന്ദു എന്ന കൾച്ചർ സ്വീകരിച്ച മതങ്ങളാണ് ഇവര്. അന്ന് അത് ഹിന്ദുയിസം കൊണ്ട് നടന്നതാണല്ലോ നമ്മുടെ ഭാരതം. അവിടേക്ക് ഇവരൊക്കെ വന്നവരാണ്, മനസ്സിലായില്ലേ? വന്നു കയറാണല്ലോ. ഇന്ത്യയിൽ ജനിച്ചവരല്ലാതെ ഇവരെ പാരമ്പര്യത്തിലുള്ള ആൾക്കാർ ഇന്ത്യയിൽ വന്ന് മതം മാറിയവരാണ് ഇപ്പോഴത്തെ. അപ്പൊ അവരുടെ കൾച്ചർ ഉണ്ടല്ലോ. അപ്പൊ അവരുടെ കൾച്ചർ തന്നെ നമ്മൾ ബഹുമാനിക്കണം. ഈ സനാതന ധർമ്മം പറയുന്നത് തന്നെ അത് മതമായാലും ഏത് മനുഷ്യനായാലും സ്വീകരിക്കുക എന്നുള്ളതാണ്. അത് ഞാൻ പഠിക്കാൻ പറയുന്നത് അവരിൽ അടിച്ചേൽപ്പിക്കാനല്ല. കുറെ കാലാകാലങ്ങളിൽ ന്യൂനപക്ഷത്തിനെതിരായിട്ടുള്ള ഒരുപാട് സംഗതികൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ന്യൂനപക്ഷത്തിന് ഹിന്ദുക്കളോടുള്ള ഒരു ഭയമാണിത്. ഒരു ഭയം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള നമ്മളിൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ള ഒരു മാനസികമായ ഒരു 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 അടിമത്തം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് രക്ഷപ്പെടണമെങ്കിൽ നമുക്ക് പഠിച്ചിട്ട് ഞാൻ ഖുർആൻ വായിച്ചിട്ടുണ്ട്, ബൈബിൾ വായിച്ചിട്ടുണ്ട്. അവരുമായിട്ടുള്ള നല്ല കോണ്ടാക്റ്റുള്ള ആളാണ്. എൻ്റെ ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സ് മുസൽമാന്മാരാണ്. അപ്പോൾ എന്നെ അവർക്കറിയാം, എൻ്റെ ചിന്ത എങ്ങനെ പോകുന്നു അവർക്കറിയാം. അവർ പറയും അങ്ങനെ ദേവന്റെ വരവ് വലിയൊരു മാറ്റം ഉണ്ടാക്കുന്നതാണ്. എൻ്റെ അടുത്ത് വളരെ പ്രസിദ്ധരായ ഇസ്ലാം മത നേതാക്കൾ എൻ്റെ അടുത്ത് ഫോൺ ചെയ്ത്. അതേപോലെ തന്നെ ക്രൈസ്തവ സഭ, ഈ ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് എനിക്ക് വളരെ നല്ല സപ്പോർട്ടാണ്. നേരത്തെ മുതൽ ഉണ്ടായിരുന്നു. ഇന്നത് ഒഫീഷ്യലായിട്ട് അവർ പറഞ്ഞു, ദേവന്റെ ഈ BJP-യിലേക്കുള്ള വരവ് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുന്ന ഇവിടുത്തെ ടോപ്പായിട്ടുള്ള ഈ മറ്റേ ക്രിസ്ത്യാനിറ്റിയിലുള്ള എല്ലാ സഭകളും, ഇൻക്ലൂഡിങ് ക്ലാനായുണ്ട്, അവര് കാത്തലിക് സഭ, മാർത്തോമസ്, അവര് എല്ലാവരും യുനാനിമസ് ആയിട്ട് അവർക്ക് എന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ഊർജ്ജം തന്നത് ഈ കോൾസാണ്. കാരണം ഞാൻ ഈ BJP-യിലേക്ക് ലയിച്ച സമയത്ത് അമിത്ഷായുടെ കയ്യിൽ നിന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ കൊടി തന്നതാണ് ഞാൻ വന്നത്. ആർക്കും അമിത്ഷാ ഇതേവരെ കൊടി കൈമാറിയിട്ടില്ല. ആ ഒരു പബ്ലിക് ഫംഗ്ഷന് എനിക്ക് മാത്രമേ ആ ഭാഗ്യം ഉണ്ടായിട്ടുള്ളൂ. ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒഫീഷ്യൽ കൊടി എടുത്തിട്ട് അമിത്ഷാ, ഹോം മിനിസ്റ്റർ അമിത്ഷാ എനിക്ക് തന്നൊരു നിമിഷമുണ്ട്. അപ്പോൾ അതിനൊരു പ്രാധാന്യമുണ്ട്. എനിക്ക് 2 മിനിറ്റാണ്. അപ്പോൾ പറഞ്ഞ് യു ക്യാൻ ടോക്ക് 2 മിനിറ്റ്സ്. അപ്പോൾ അത്ര സമയമേ ഉള്ളൂ. ഈ 2 മിനിറ്റ് സംസാരിച്ച് ഞാൻ ഈ വിഷയമാണ്. കാരണം ഈ മതങ്ങൾ തമ്മിലുള്ള ഒത്തൊരുമ, മതങ്ങൾ തമ്മിലുള്ള തെറ്റിദ്ധാരണ മാറ്റലാണ് എൻ്റെ ദൗത്യം. ഞാൻ BJP-യിൽ വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ ദൗത്യം എന്ന് പറയുന്നത് ഈ മതങ്ങൾ തമ്മിലുള്ള ഒരു ബ്രിഡ്ജാവുക, ഒരു പാലമാവുക. അവരിങ്ങോട്ട് വരില്ല, നമ്മൾ അങ്ങോട്ട് പോകണം. നമ്മൾ ഭൂരിപക്ഷമാണ്, അവർ മൈനോറിറ്റീസാണ്. മുസൽമാന്റെ അടുക്കള വരെ എനിക്ക് പോവാം. അതിനുള്ള സ്വാതന്ത്ര്യം എനിക്ക് തന്നിട്ടുണ്ട്. സാധാരണ വെരി ഡിഫിക്കൽട്ട്. ഓക്കെ, BJP-ക്ക് വലിയൊരു സ്വീകാര്യത ഇപ്പോൾ കിട്ടി തുടങ്ങുന്നുണ്ടെന്നൊരു ഫീൽ നമുക്ക് ക്രിയേറ്റഡ് ആവുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരു ഇലക്ഷൻ വരുവാണെങ്കിൽ അതിൻ്റെ ഒരു കൗണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ഒരു എഫക്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതെന്തുകൊണ്ടാണ്? കാരണം നമ്മൾ വളർത്തണം. അതുകൊണ്ടാണ് ഞാൻ ഇലക്ഷൻ നിൽക്കുന്നില്ല എന്ന് പറയാൻ കാരണം എന്താണ്? കാരണം അതിന്റെ ഭാഗമായിട്ടില്ല. പാകമാവണമെങ്കിൽ നമ്മൾ ഒരുപാട് വർക്ക് ചെയ്യണം. വി ടു സെറ്റ് ഇറ്റ് ഔട്ട്. അതിനു വേണ്ടിയിട്ടാണ് എൻ്റെ ഇത് വന്നത്. ഞാൻ ഉടനെ കയറി ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാനായിട്ടുള്ള ഒരു താല്പര്യപൂർവ്വം വന്നവനല്ല ഞാൻ. ഈ ഉപാധ്യക്ഷൻ എന്ന ആ സ്ഥാനം ഏറ്റെടുത്തത് എൻ്റെ ദൗത്യമുണ്ട്. ഇവിടെ ഒരു മതസൗഹാർദ്ദം ഉണ്ടാക്കുക. അപ്പോൾ എൻ്റെ ദൗത്യം എല്ലാ സ്ഥലങ്ങളിലും വീടാന്തരം കയറി ഇറങ്ങിക്കൊണ്ട് ഈ തെറ്റിദ്ധാരണ മാറ്റിയെടുക്കുക. അതാണ് എൻ്റെ മെയിൻ. ഞാൻ 32 വർഷമായിട്ട് സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. പക്ഷെ എനിക്ക് സിനിമയിൽ അങ്ങനെ ഒരു അംഗീകാരം കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്നെ ഇവർ വിളിച്ചു, ആദരിച്ചു, എനിക്കൊരു അവാർഡ് തന്നു. അങ്ങനെ എന്നെ അവർ കൺസിഡർ ചെയ്തെന്ന് സാറ് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കത് കേട്ടപ്പോൾ ഷോക്കായിപ്പോയി. ഇത്രയും കാലം സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നൊരാൾക്ക് അത്തരത്തിലൊരു അംഗീകാരം കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഓക്കെ, മലയാള സിനിമ എവിടേക്കോ സാറിനെ തഴഞ്ഞു എന്നൊരു ഫീല് സാറിന് അങ്ങനെ ഒരു വേദനയിൽ നിന്നാണോ അത്തരത്തിലൊരു കമന്റ് പറയാൻ കാരണമായിട്ടുണ്ടായിരുന്നത്? 38 വർഷമായിട്ട് ഞാൻ സിനിമ ഇൻഡസ്ട്രി ഉണ്ട്. ഇതിൽ ഞാൻ ഏതാണ്ട് 375ഓളം സിനിമകൾ ചെയ്തു. തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം. എനിക്ക് തമിഴ്നാടിൻ്റെ 2 സ്റ്റേറ്റ് അവാർഡ്, 2 പ്രാവശ്യത്തെ സ്റ്റേറ്റ് ബെസ്റ്റ് വില്ലൻ അവാർഡ് കിട്ടി. 3 പ്രാവശ്യം തെലുങ്കിലെ ബെസ്റ്റ് വില്ലൻ അവാർഡ് കിട്ടി. എൻ്റെ ഫസ്റ്റ് തെലുങ്ക് സിനിമയിൽ തന്നെ, എൻ്റെ ആദ്യത്തെ സിനിമ തെലുങ്ക് സിനിമയിൽ തന്നെ എനിക്കിത് ബെസ്റ്റ് വില്ലൻ അവാർഡ് കിട്ടി.
അതേപോലത്തെ ഒരു അംഗീകാരം ഇന്നേ വരെ എൻ്റെ നാട്, എൻ്റെ മലയാളം എനിക്ക് ചെയ്തിട്ടില്ല. അതൊരു വേദനയല്ലേ? തീർച്ചയായിട്ടും വേദനയുണ്ട്. അത് മനഃപൂർവ്വമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? മനഃപൂർവ്വമാണെന്ന് ഞാൻ പറയുന്നില്ലല്ലോ. അവർക്ക് എന്തുകൊണ്ട് തോന്നിയത്? അന്യ ഭാഷയിലുള്ള അവർക്ക് തോന്നി. എന്തുകൊണ്ട് നമ്മുടെ ഭാഷ അത് തോന്നിയില്ല? എൻ്റെ 25ാം വാർഷികം എൻ്റെ നാട്ടിലെ കുറേ പിള്ളേരൊക്കെ കൂടി ചേർന്നിട്ട് ആഘോഷിച്ചു. 25ാം വർഷത്തിൽ ഒരു ആഘോഷം ഉണ്ടായിരുന്നു. അതല്ലാതെ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു അംഗീകാരം അങ്ങനെ പബ്ലിക്കായിട്ട് വരണമെന്നല്ല ഞാൻ പറഞ്ഞത്. തമിഴ്നാട് തന്നുകൊണ്ടിരിക്കുന്ന തരാൻ പോകുന്ന അംഗീകാരം ആസ് ആൻ ആക്ടർ, അതുപോലെ തെലുങ്കില് ഇപ്പോഴും ഞാൻ തമിഴിൽ ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ഞാൻ തെലുങ്കിൽ ചെയ്യുന്നുണ്ട്. മലയാളത്തിൽ ഞാനില്ലല്ലോ. എത്ര വർഷങ്ങളായിട്ട് ഞാനൊരു മെയിൻ സ്ട്രീം പടത്തിൽ അഭിനയിച്ചത്. അപ്പോൾ ആ വേദന ഇല്ലായിരിക്കും. എൻ്റെ ഭാഷ എൻ്റെ മാതൃഭാഷയല്ലേ. അപ്പം എന്നെ ഇവര് ചന്ദ്രികയുടെ 137ാമത്തെ വർഷത്തിൻ്റെ ആഘോഷത്തിലേക്ക് എന്നെ വിളിക്കുന്നു. അത് ആരും പറഞ്ഞിട്ടല്ല, അവർക്കങ്ങനെ തോന്നി. ഞാനവിടെ ചെന്നു. വലിയ ക്രൗഡായിരുന്നു. എന്നെ ആദരിച്ചത് നമ്മുടെ സുരേന്ദ്രൻ പിള്ളയാണ്. അദ്ദേഹമായിരുന്നു ആ മീറ്റിങ്ങിൻ്റെ 137ാം വർഷത്തെ ആഘോഷത്തിൻ്റെ ഇനോഗ്രേഷൻ്റെ അദ്ദേഹമായിരുന്നു. അപ്പോൾ എൻ്റെ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു, എന്തായാലും ഒരു സിനിമാ നടൻ എന്ന നിലയ്ക്ക് നിങ്ങൾ എനിക്ക് തന്ന ആദരവിനോട് നന്ദി പറയേണ്ടത്. അപ്പോൾ ഞാനിത് പറഞ്ഞത്, ഇങ്ങനെ ഒരേ പടങ്ങളിൽ അഭിനയിച്ചു, എനിക്ക് ആരും ഇങ്ങനെ ഒരു തന്നിട്ടില്ല. നിങ്ങളാണ് ഇതിന് വലിയൊരു, അത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു ഓർമ്മിക്കാമല്ല വലിയൊരു നിമിഷങ്ങളാണ്. പക്ഷെ പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. എനിക്ക് എന്നെ നിങ്ങളോട് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമുണ്ട്. ഞാനൊരു സിനിമാ നടനാവുന്നതിന് മുമ്പ് ഞാൻ ഒരു പൊളിറ്റീഷ്യനായിരുന്നു. സ്റ്റുഡൻറ് പൊളിറ്റിക്സിൽ സ്വന്തം പാർട്ടി ഉണ്ടാക്കി കുറെ കഴിഞ്ഞു. ഇപ്പം ഞാൻ BJP ലയിച്ചു. ഇപ്പം ഞാൻ ഒരു BJP പ്രവർത്തകനാണ്. അപ്പം ഞാൻ അവിടെയും, അപ്പം ഇത് എൻ്റെ നിലപാട് ഇതാണ്. എൻ്റെ ഇപ്പോൾ ചോദിക്കും BJP എന്തിനാ വന്നതെന്ന് ചോദിക്കും. എൻ്റെ പരിപാടി ഈ തെറ്റിദ്ധാരണ, ഒരു ഭയമുണ്ട് നിങ്ങളിലുണ്ട്, ഇസ്ലാം മതക്കാർക്കുണ്ട്, ഹിന്ദുവിൻ്റെ അകത്ത് വരെ ഈ ഒരു ഭയമുണ്ട്. തീർച്ചയായിട്ടും ഹിന്ദുക്കളായ ആൾക്കാരുടെ ഇടയ്ക്ക് ഉള്ളിലും വരെ ഈ ഒരു ഭയമുണ്ട്. അപ്പം ഞാൻ പറയും ഈ 3 മതങ്ങൾക്കും ഒരു ബ്രിഡ്ജ് ആവുക, അത് എൻ്റെ ദൗത്യം. ഞാൻ പറഞ്ഞു ഇത് പറയേണ്ട ഒരു വേദിയല്ല എന്ന് എനിക്കറിയാം. പക്ഷെ എൻ്റെ മനസ്സിലുള്ളത് ഞാൻ എവിടെയും പറയും. ഇപ്പം എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എൻ്റെ പ്രസംഗം കഴിഞ്ഞിട്ട് ഈ ചന്ദ്രികയുടെ മാനേജിങ് ഡയറക്ടർ അദ്ദേഹം വന്നിട്ട് ആദ്യം തന്നെ പറഞ്ഞു എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞങ്ങൾ ദേവനെ ആദരിച്ചത് ഈ സിനിമാ നടൻ എന്ന നിലയ്ക്കാണ്. ഇപ്പോൾ ദേവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നി ദേവനെ ആദരിക്കേണ്ടത് ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയ്ക്ക് ആയിരിക്കണമെന്ന് എനിക്ക് തോന്നി ആ വാക്കുകൾ കേട്ടപ്പോൾ. അപ്പോൾ എന്തായാലും വലിയൊരു, കാരണം സാധാരണ ഒരാളും ഇത്തരം ഒരു വേദിയിൽ ഈ ഒരു സബ്ജക്റ്റ് എടുത്തിട്ടില്ല. ഒരാളും രാഷ്ട്രീയം പറയില്ല അങ്ങനെ അതുപോലത്തെ ഒരു വേദിയിൽ. ആ ചങ്കൂറ്റുണ്ടല്ലോ, മനസ്സിലുള്ളത് എന്തും വെട്ടി തുടങ്ങി പറയാനുള്ള ആ ചങ്കൂറ്റത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. അതിനാണ് ഈ ആദരവെന്നും കൂടി അദ്ദേഹം പറഞ്ഞൊപ്പിച്ചു വെച്ചു. ഓക്കെ. ഇപ്പോൾ ഒരു ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റിയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനാണെങ്കിലേ, ഇപ്പോൾ സാർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു BJPയിലേക്ക് വരാൻ കാരണമായ പല റീസൺസിൽ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരേന്ദ്രമോദിയോടുള്ള അടങ്ങാത്തൊരു ഭക്തിയാണ്, ഒരു ആരാധനയാണെന്ന്. എൻ്റെ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുകയാണ്, നമുക്ക് ഇത്രത്തോളം ഭക്തിയും ഇത്രത്തോളം ആരാധനയും തോന്നാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയിൽ സാറ് കണ്ട ആ ഒരു ക്വാളിറ്റീസ് എന്തൊക്കെയായിരുന്നു എന്ന് പറയാമോ? അത് ഞാൻ പറഞ്ഞിട്ട്, അത് നമുക്ക് ഒരു ഇതേപോലത്തെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ് ഒപ്പിക്കാൻ പറ്റുന്നത് അത്രയും വലുതാണ്. ഞാൻ ഒരുപാട്, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കൽ ഈ ചീഫ് മിനിസ്റ്റർ ആയിരിക്കുന്ന കാലത്ത്, മനസ്സിലായല്ലോ, അദ്ദേഹം ചീഫ് മിനിസ്റ്റർ ആയിരിക്കുന്ന കാലത്ത് അദ്ദേഹം കേരളം സന്ദർശിക്കണമെന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ കേരള സർക്കാർ സമ്മതിച്ചില്ല. മനസ്സിലായില്ലേ? അത് വലിയ ന്യൂസായ കാര്യമാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചു, അപ്പോഴാണ് ഞാൻ തോന്നി, എന്താണ് മോദി? നമ്മൾ എപ്പോഴും പഠിക്കാതെ നമുക്ക് പറയാൻ പറ്റില്ല. മോഡി അങ്ങനെ ചെയ്തു, മോഡി ഇങ്ങനെ ചെയ്തു, മറ്റേ ഗോത്ര കലാപം ഉണ്ടാക്കി, അവിടെ ആൾക്കാരെ കൊന്നു, ഇന്ന് ചെയ്തു, അങ്ങനെയൊക്കെ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട് വരുന്നത്. മറ്റൊന്നും നമ്മൾ കേട്ടിട്ടില്ല. ഞാൻ നേരെ അഹമ്മദാബാദിലേക്ക് പോയി ഒരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷന് വേണ്ടിയിട്ട്. അവിടെ ചെന്ന് അവിടെ ഒരു 5-6 ദിവസം താമസിച്ച്
കുറേ ഓട്ടോറിക്ഷക്കാരുടെ അടുത്തും കുറേ ടാക്സി ഡ്രൈവേഴ്സിൻ്റെ അടുത്തും കുറേ മലയാളീസിൻ്റെ അടുത്തും കുറേ ഗുജറാത്തികളുടെ അടുത്തൊക്കെ ഞാൻ കുറേ ഇൻട്രാക്ട് ചെയ്തു. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു വലിയൊരു സംഗതി, അവിടെ മുസൽമാൻ വരെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് മോഡിജി. അതെന്തുകൊണ്ടാണ് സാർ? എനിക്കത് അറിയാനുള്ള അദ്ദേഹത്തിന്റെ പ്രവൃത്തി, നമ്മൾ സത്യത്തിന് വേണ്ടി നമ്മൾ പോയി പഠിക്കണം. എന്താണ് ഞാൻ അവിടെ പോയി പഠിച്ചതാണ്. എന്തുകൊണ്ടാണ് മോഡി ഭയങ്കര ക്രൂരനാണ്, അയാൾ ആന്റി മുസ്ലിമാണ് എന്നൊക്കെ പറയുന്നത്, അത് നമ്മൾ എന്തുകൊണ്ടാണെന്ന് അറിയണ്ടേ. ഞാൻ അവിടെ പോയി ഒരുപാട് വിചാരിച്ചു. പിന്നെ 2 ജേർണലിസ്റ്റുകൾ മോഡിക്ക് എതിരായിട്ട് വാദിക്കുകയും എഴുതുകയും ചെയ്ത 2, ഒരു KV കാമത്ത് എന്നുള്ളൊരു അദ്ദേഹത്തിൻ്റെ ഒരു ബുക്ക് എനിക്ക് കിട്ടി. അദ്ദേഹം ഈ റീസെൻ്റായിട്ട് എഴുതിയിട്ടുള്ള സംഗതി. അതിൽ ഈ ഗോത്ര കലാപത്തിനെ പറ്റിയിട്ടും മോഡിയുടെ വളർച്ചയെ പറ്റിയിട്ടും ഒക്കെ സംഗതി എഴുതിയിട്ടുണ്ട്. അത് വളരെ അതായത് ഒരു ക്രിട്ടിക്കലായിട്ടാണ് എഴുതിയിട്ടില്ലെങ്കിലും പക്ഷെ നമ്മൾ വായിച്ചാൽ മനസ്സിലായി സപ്പോർട്ടിങ് മോഡിജി. കാരണം ഈ ഗോത്ര കലാപം പ്രൈം മിനിസ്റ്റർ അല്ല ഇദ്ദേഹം ചീഫ് മിനിസ്റ്ററായി ചാർജ് എടുത്തതിൻ്റെ 3ാമത്തെ ദിവസമാണ് ഈ ട്രെയിൻ കത്തിക്കൽ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് അതെല്ലാം അതിനെ എഴുതിയിട്ടുണ്ട്. ഇത്രയും പോകുന്ന ബുക്കാണ് പ്യൂർലി അബൌട്ട് മോഡിജി. ഹു ഈസ് ഹി. അപ്പോൾ അവസാനത്തെ കൺക്ലൂഡിംഗ് ഒക്കെ പറയുന്നത് വെച്ചാൽ ഞങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങൾ മോഡിജിനെ കുറ്റം പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്, എഴുതാൻ വേണ്ടി വന്നത്. പക്ഷെ ഞങ്ങൾ എല്ലാം അന്വേഷിച്ചറിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു 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 വിശാലത, അദ്ദേഹം മറ്റ് മതങ്ങളെ എങ്ങനെ കാണുന്നു, അവർക്ക് വേണ്ടി തുടങ്ങി നിൽക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ വലിയൊരു ഭൂരിപക്ഷമുള്ള സ്ഥലമാണ് UP. ആദ്യത്തെ യോഗി ജയിച്ച എങ്ങനെയാണ്? അവിടെ മുസ്ലിംസ് വിചാരിച്ച അവിടെ ഒരു BJP സ്ഥാനം ഉണ്ടാവില്ല. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും എഗൻസ്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കേസ് വരും. അപ്പോൾ അത്രയും ഒന്നും ഇപ്പൊ ഞാൻ പറഞ്ഞ മോഡിയെ പറ്റിയിട്ട് എന്തെല്ലാം നിരൂപണങ്ങളാണ് വരുന്നത്, എന്തെല്ലാം പ്രശ്നങ്ങളാണ് വരുന്നത്. അവർ പേരൊന്നും കേസ് എടുക്കുന്നില്ലല്ലോ. ഇവിടെ നമ്മൾ എന്തെങ്കിലും വായ തുറന്നാൽ പിന്നെ അടുത്ത ദിവസം പോലീസ് നമ്മുടെ വീട്ടിലേക്ക് വരും. ഓക്കെ. ഇപ്പം സാറാണെങ്കിൽ ഇപ്പം BJPയിലേക്ക് എൻ്റർ ആയിട്ടുണ്ട്. മാത്രമല്ല തൃശ്ശൂർ നമ്മൾ കയ്യെത്തി പിടിക്കാൻ വേണ്ടി സുരേഷ് ഗോപി സാറിൻ്റെ കൂട്ടത്തിൽ ഇറങ്ങി തിരിക്കാൻ പോവാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം സുരേഷ് ഗോപി സാർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ സാർ അദ്ദേഹത്തിൻ്റെ ഒപ്പം അഭിനയിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ ലീഡറായിട്ട് അദ്ദേഹത്തിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാനും പോവാണ്. എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ ഈ 2 തരത്തിൽ നോക്കുമ്പോൾ? അദ്ദേഹത്തിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ? ഒരു ആക്ടർ എന്ന നിലയിലും ഒരു പൊളിറ്റീഷ്യൻ എന്ന നിലയിൽ എന്തെങ്കിലും മാറ്റം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടോ? അല്ല, സുരേഷ് പണ്ടും ഇങ്ങനെ തന്നെയായിരുന്നു. മനസ്സിലായില്ലേ? സുരേഷ് നായകനും ഞാൻ വില്ലനായിട്ട് അഭിനയിച്ചതാണ്. പക്ഷെ ഇപ്പോ രാഷ്ട്രീയത്തില് സുരേഷാണ് നായകൻ, അതിൻ്റെ ഒപ്പം കൂടെ നിൽക്കുന്ന നായകനാണ് ഞാനിപ്പോൾ. കാരണം ഞാൻ സുരേഷിന് വേണ്ടിയിട്ട് 100% വളരെ ക്ലാരിറ്റിയോട് കൂടി പ്രവർത്തിക്കും, സുരേഷിനെ ജയിപ്പിക്കും. ആയിരത്തി ആശംസയില്ല. എന്നെ സുരേഷ് ഗോപി വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു അനൗൺസ്മെന്റ് കേട്ട ഉടനെ. ഏതാണ്ട് 4 or 5 കോള് സുരേഷ് ഗോപിയുടെ ആയിരുന്നു. അദ്ദേഹം വളരെ ഹാപ്പിയാണ്. പക്ഷെ മലയാള സിനിമയിൽ മനോജ് K. ജയൻ മാത്രമേ എന്നെ വിളിച്ചുള്ളൂ, വേറെ ആരും വിളിച്ചിട്ടില്ല. മനോജ് K. ജയൻ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. ഓക്കെ. വേറെ ആരും കോളൊന്നും വന്നിട്ടില്ല. വേറെ ഒരു എത്രയോ സിനിമാ നടന്മാരുണ്ട് ഇവിടെ, അവരാരും വിളിച്ചിട്ടില്ല. അപ്പൊ അവർക്കൊക്കെ പേടിയാണ്. പേടിയെന്ന് വെച്ചാല് ഞങ്ങള് എല്ലാം എഫിലിയേറ്റഡ് ടു സം പാർട്ടീസ് എന്ന് മനസ്സിലായില്ലേ. ഒരാള് വിളിക്കും. ഇപ്പോൾ നമ്മൾ പേഴ്സണലായിട്ട് നോക്കുകയാണെങ്കിൽ മലയാള സിനിമയിൽ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുണ്ട്, ഒരുപാട് രാഷ്ട്രീയ ആളുകളുണ്ട്. അമ്മയിൽ തന്നെ ഒരുപാട് രാഷ്ട്രീയ ഡിഫറൻറ്റ് ചിന്താഗതിയുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കൊക്കെ എന്നെ ഉടനെ വിളിച്ചിട്ട് അനുമോദിക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടാവില്ല. അതായിരിക്കും. അത് സാറിനെ വേദനിപ്പിച്ചിട്ടുണ്ടോ? വേദനിപ്പിച്ചിട്ടില്ല, ഞാനത് എക്സ്പെക്ട് ചെയ്യുന്നില്ല. നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ട് കിട്ടാണ്ടാകുമ്പോൾ എനിക്കറിയാം. ഇപ്പൊ ഞാൻ രാഷ്ട്രീയം തുടങ്ങുന്ന സമയത്തും ആരെന്നെ വിളിച്ചില്ല. ആരും വിളിച്ചിട്ട് അത് അവനൊരു ഭ്രാന്താണ് എന്ന് പറഞ്ഞതല്ലാതെ വേറെ ആരും വിളിച്ചിട്ടില്ല. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ വലിയൊരു ആക്സെപ്റ്റൻസ് എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്രയും വലിയ ആൾക്കാർ, അത്രയും ലോകത്തിന്റെ പല അമേരിക്കയിൽ നിന്നും ജർമ്മനിയിൽ നിന്നും പിന്നെ കുവൈറ്റിൽ നിന്നും ദുബായിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നും ഒക്കെ എന്നെ പരിചയമില്ലാത്ത ആൾക്കാർ വിളിക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ അമേരിക്കയിലുള്ള ഒരു ജോർജ് മാത്യു സ്വയം പരിചയപ്പെടുത്തിക്കണം. ബിഗ് ഓയിൽ റിഫൈനറി ഓണറാണ്.
അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറയണല്ലോ, ദേവൻ ചെയ്ത ഏറ്റവും നല്ല കാര്യമാണത്. വി ഓൾ അപ്രീഷിയേറ്റ് യു, വി ആർ ഓൾ വിത്ത് യു. കാരണം വലിയൊരു മാറ്റം, എസ്പെഷ്യലി നമ്മുടെ കേരളത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാനായിട്ട് ദേവൻ്റെ ഈ എൻട്രി ഞങ്ങൾക്ക് വാസ്തവത്തിൽ വലിയൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു കേരളത്തിൻ്റെ ഭാവിയിൽ. കാരണം നിങ്ങളെക്കാളും കൂടുതൽ ആകാംക്ഷ പുറത്ത് ജീവിക്കുന്നത് ഞങ്ങൾക്കാണ്. അവിടെ നിന്നൊക്കെ ഞങ്ങളുടെ ആൾക്കാർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ മക്കൾക്ക് ആർക്കും അങ്ങോട്ട് തിരിച്ചു വരാൻ താല്പര്യമില്ല. ഡാഡി പൊക്കുക, മമ്മി പൊക്കുക എന്ന് പറയുന്നതല്ലാതെ ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ടു കം ടു കേരള. അപ്പോൾ അത്രയും വളരെ ഒരു 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 വളരെ ബാഡ് ഒരു ഡിസാസ്റ്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേരളം. അപ്പോൾ അവിടെ നമ്മൾ ഇറങ്ങി തിരിച്ചേ പറ്റൂ. എൻ്റെ ദൗത്യത്തിന് ഞാൻ, ബിക്കോസ് ഐ ആം ആംഗ്രി. ഓക്കെ. അപ്പൊ എന്താണെങ്കിലും ഇപ്പൊ സാറിന്റെ പ്രവർത്തന മേഖലയിൽ സാറിന് ഒരുപാട് ഇനി മുമ്പോട്ടേക്ക് ഒരുപാട് കാര്യങ്ങൾ, ഇപ്പൊ സാർ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഇപ്പൊ സാറ് പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു 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 വെളിച്ചം കാണുന്നുണ്ട്. അതായത് സാറ് ഈ ഒരു ഫീൽഡിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് സാധാരണക്കാർക്ക് പ്രയോജനം ഉണ്ടാകും എന്ന് പറയുന്ന ഒരു ചിന്ത ഉണ്ടാവുന്നുണ്ട്. അതാണ് എനിക്ക് ആവശ്യം. ഇപ്പൊ അഞ്ജനയ്ക്ക് തോന്നിയല്ലോ ഇത്രയും സമയം കൊണ്ട്, ഇതാണ് എന്റെ സ്ട്രാറ്റജി. നമുക്ക് എന്റെ പിള്ളേരോട് പറയും, എനിക്ക് കയ്യടി നേടിത്തരുന്ന സദസ്സിലേക്ക് ഞാൻ പോകാറില്ല, എന്നെ എതിർക്കുന്ന സദസ്സിലേക്ക് ഞാൻ പോവാം. കാരണം അവരെ മാറ്റാനുള്ള എൻ്റെ ഒരു എളിയ ശ്രമമാണത്. ഞാൻ പി ഡി പിയിലുള്ള അബ്ദുൽ മദനി സാറിൻ്റെ ഉസ്താദിൻ്റെ സ്റ്റേജിൽ ഞാൻ പോയ ആളാണ്. അവരുടെ കമ്മിറ്റിയിൽ ആരെങ്കിലും ധൈര്യപ്പെട്ട് പോകും. അപ്പൊ എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു, പോകരുത്, അപകടമാണ്. നമ്മൾ എന്താ അപകടം എന്ന് പറഞ്ഞത്? അവരും മനുഷ്യരല്ലേ, ഞാനും മനുഷ്യരാണ്. ഞാൻ അവിടെ സ്റ്റേജിൽ പ്രസംഗിച്ചതാണ്. ഉസ്താദിനെ ഞാൻ ബാംഗ്ലൂർ പോയി കാണുകയും ചെയ്തു. എനിക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഒന്നുമില്ല. എനിക്ക് അദ്ദേഹം അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, അതൊന്നും എൻ്റെ ഇഷ്യൂ അല്ല. അതൊക്കെ പാസ്റ്റ് ഇസ് പാസ്റ്റ്. ഇപ്പോൾ എന്താണ് അദ്ദേഹം, എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ എത്രയും വേഗം അദ്ദേഹത്തെ റിലീസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തെ റിലീസ് ചെയ്യാനുള്ള പ്രശ്നം അദ്ദേഹത്തിന്റെ അണികളുടെ മൊഴി തന്നെയാണ്. വേറെ ഒരു ഇന്റർഫിയറൻസ് അതിനകത്തില്ല. അത് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞതാണ്. എന്റെ ദൗത്യം ഇതാണ്. ഇവിടെ ഒരു സമാധാനമായ ഒരു അന്തരീക്ഷം, പാവപ്പെട്ടവർക്ക് ജീവിക്കാനുള്ള ഒരു അവസരം, പിന്നെ നമുക്ക് എന്തും പറയാനുള്ള, എന്തുമെന്നല്ല, നല്ല കാര്യങ്ങൾ ആരെ പറ്റിയിട്ടും അയാൾ തെറ്റ് ചെയ്താൽ അത് തെറ്റാണെന്ന് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് വേണം. ആ സ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ വേണ്ടിയിട്ട് ഒരു ഭരണകൂടവും തയ്യാറാവരുത്. അതാണ് എൻ്റെ ഒരു ദൗത്യം. നമ്മളിപ്പോൾ കണ്ടുവരുന്ന ആ ഒരു സാഹചര്യത്തിൽ അപ്പൊ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാറിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. സാറ് വഴി ഒരു പുതിയ തുടക്കം ഞങ്ങൾ സാധാരണക്കാർക്കും ഒക്കെ ഇപ്പൊ ഭരിക്കുന്ന പാർട്ടി, ഞങ്ങളുടെ നേതാവില് ഞങ്ങൾ സംതൃപ്തരാണെന്ന് പറയാനുള്ള ആ ഒരു ആർജവം ഞങ്ങൾ സാധാരണക്കാർക്കും ഉണ്ടാവട്ടെ സാറ് വഴി എന്ന് ആശംസിക്കുകയാണ്. എല്ലാവിധ ആശംസകളും സർ. താങ്ക് യു സോ മച്ച്. സന്തോഷം. പ്രഭാസ്, പൃഥ്വിരാജ്, ശ്രുതി ഹാസൻ എന്നിവരെ അണിനിരത്തി ഹോംബാല ഫിലിംസിന്റെ പ്രശാന്തിൽ ചിത്രം സലാർ ഡിസംബർ 22 വേൾഡ് വൈഡ് റിലീസ് ചെയ്യുന്നു. വിദേശ പഠന സ്വപ്നങ്ങൾക്ക് REG ഇമിഗ്രേഷൻസ് ആൻഡ് എഡ്യൂക്കേഷൻ, കേരളത്തിൽ എല്ലായിടത്തും.